MG യൂണിവേഴ്സിറ്റിയുടെ 2021 ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 5 മാർക്കിൻ്റെ 17th ക്വസ്റ്റ്യൻ, 17ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇൻ ദ ഫൗണ്ടേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സ്ഥാപനത്തിലും അതിൻ്റെ വികസനത്തിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ റോള് എന്താണ്, അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ റോൾ എന്താണ് എന്നാണ് ചോദ്യം. Alexander Cunningham played a pivotal role in the foundation and development of Archaeological Survey of India. ASIയുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപനത്തിൽ അദ്ദേഹം ഒരു മുഖ്യമായ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിൽ ഒന്ന്, അദ്ദേഹം ഫൗണ്ടറാണ് എന്നത് മാത്രമല്ല ഫസ്റ്റ് ഡയറക്ടർ ജനറലാണ്. Cunningham was appointed as the first archaeological surveyor to the government of India in 1861. 1861 ASI സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ സർവേയറായിട്ട് അദ്ദേഹം നിയമിതനായി. പിന്നീട് ഫസ്റ്റ് ഡയറക്ടർ ജനറലായി ASIയുടെ. അത് 10 വർഷം കഴിഞ്ഞിട്ട് 1871 അദ്ദേഹം ഒരു നല്ല ഓർഗനൈസർ ആയിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഇതാണ് അടുത്ത പോയിന്റ് പറയാനുള്ളത്. ഹി ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചർഡ് ദ ASI. ASI സംഘടനാ രൂപം നൽകി. അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം നിശ്ചയിച്ചു. ഇതൊക്കെ അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയാം. എസ്റ്റാബ്ലിഷിംഗ് ടെക്നിക്സ് ഫോർ ഡോക്യുമെന്റേഷൻ. നമ്മൾ ഒരു സൈറ്റ് എക്സ്കവേഷൻ നടത്തിയാൽ അത് ഡോക്യുമെന്റ് ചെയ്യണം. അതിന് ഫോട്ടോ എടുക്കണം, വീഡിയോഗ്രാഫി ചെയ്യണം, അത് രേഖപ്പെടുത്തണം. അതിനെ സംബന്ധിച്ചുള്ള മറ്റ് എവിഡൻസസ് കളക്ട് ചെയ്യണം, സാമ്പിൾസ് കളക്ട് ചെയ്യണം. അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യപ്പെടും. ഇതിന് ഒരു ടെക്നിക്ക്, ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ്. മാപ്പിംഗ് കൊണ്ടുവരണം, ലൊക്കേഷൻ റെക്കോർഡ് ചെയ്യണം, ഫോട്ടോഗ്രാഫി കൊണ്ടുവരണം, ആൻഡ് കൺസർവേഷൻ ദാറ്റ് ആർ സ്റ്റിൽ ഇൻ യൂസ് ടുഡേ. അദ്ദേഹം കൊണ്ടുവന്ന കൺസർവേഷൻ അഥവാ കേടാവാതെ ഈ സാധന സാമഗ്രികൾ, അവിടെ നിന്ന് ലഭിച്ച വസ്തുക്കൾ സൂക്ഷിക്കണം. അദ്ദേഹം കൊണ്ടുവന്ന രീതികൾ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം പ്രസക്തമാണെന്ന് മനസ്സിലായി. മറ്റൊന്ന് എക്സ്കവേഷൻസ് ആൻഡ് ഡിസ്കവറീസ് ആണ്. ഉത്ഖനനങ്ങളും കണ്ടെത്തലുകളുമാണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം കണ്ടക്റ്റഡ് എക്സ്റ്റെൻസീവ് എക്സ്കവേഷൻസ് അറ്റ് സിഗ്നിഫിക്കൻ്റ് ഏൻഷ്യൻ ടൗൺസ്. പല പ്രധാനപ്പെട്ട പുരാതന നഗരങ്ങളിലും ഒരു വിപുലമായ വ്യാപകമായ ഉത്ഖനന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് തക്ഷശില, സാഞ്ചി, സാരനാഥ് ആൻഡ് ബർഹട്ട്. തക്ഷശിലയിലും സാരനാഥിലും സാഞ്ചിയിലെ ബുദ്ധസ്തൂപമൊക്കെ നമുക്കറിയാം. സാരനാഥിലെ അശോക പില്ലറിലെ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ ഇതായിട്ടുള്ള എടുത്തിരിക്കുന്നത്, ലയൺ ക്യാപിറ്റൽ എടുത്തിരിക്കുന്നത്. പിന്നെ ബർഹട്ട്. ഇതൊക്കെ കണ്ടെത്തുന്നതിൽ, ഏൻഷ്യൻ്റ് ടൗൺസ് കണ്ടെത്തുന്നതിൽ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ എക്സ്കവേഷൻസ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അൺകവറിങ് പ്രൈസ്ലെസ് ആർട്ടിഫാക്ട്സ്, അമൂല്യമായ നിധിശേഖരം പോലുള്ള വസ്തുക്കൾ, പുരാതന മനുഷ്യൻ്റെ അവശേഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ്, അതുപോലെ തന്നെ ലിഖിതങ്ങൾ ദാറ്റ് ഷെഡ് ലൈറ്റ് ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി. അത് ഇന്ത്യ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് എന്നതാണ് അതിൻ്റെ പ്രൊമനൻസ് കിടക്കുന്നത്. ആൻഡ് ബുദ്ധിസം, ബുദ്ധമതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ എക്സ്കവേഷനും ഡിസ്കവറീസും എന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷനായിട്ട് പറയാം. ഇദ്ദേഹത്തിൻ്റെ പ്രിന്റിങ് അഥവാ പബ്ലിക്കേഷൻ വേറെ പറയാനുണ്ട്. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ എന്ന ടോപ്പിക് എഴുതി, അത് നമുക്ക് എസ്സേയിൽ ഉൾപ്പെടുത്താവുന്ന. ഈ ഓതേർഡ് ന്യൂമറസ് ബുക്സ് ആൻഡ് മോണോഗ്രാംസ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, സ്വന്തമായ ആഖ്യാനങ്ങൾ എഴുതി. ഇൻക്ലൂഡിങ് ദ ഏൻഷ്യൻ്റ് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പുരാതന ഭൂമിശാസ്ത്രം എന്നതടക്കം 1871 ആൻഡ് ദ സ്തൂപ ഓഫ് ബർഹത്തിലെ സ്തൂപം എന്ന ഒരു പ്രിന്റിംഗ് ഉണ്ട്. അതും അദ്ദേഹത്തിൻ്റെ വർക്കാണ്. അത് 1879 എഴുതിയത്. ആൻഡ് ഇഷ്യൂഡ് 30 വോള്യൂംസ് ഓഫ് ആർക്കിയോളജിക്കൽ പേപ്പേഴ്സ്. ആർക്കിയോളജിക്കൽ പേപ്പറുകൾ തന്നെ 30 വോള്യങ്ങളായിട്ട്, 30 എണ്ണമല്ല 30 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ സൈറ്റാണ് ഇദ്ദേഹം സ്വന്തമായി കണ്ടെത്തിയത് എന്നത് നോക്കുമ്പോൾ അത്ഭുതം തോന്നും. കണ്ണിങ്ഹാം ഐഡന്റിഫൈഡ് സെവറൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് മെൻഷൻഡ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ടെക്സ്റ്റ്. പുരാതന ഇന്ത്യൻ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല ചരിത്ര സൈറ്റുകളും അലക്സാണ്ടർ കണ്ണിങ്ഹാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സച്ചാസ് ഓർണോസ്, അഹിച്ചത്ര, കൊസാംബി, യൂസിങ് ക്ലൂസ് ഫ്രം ക്ലാസിക്കൽ ഗ്രീക്കോ റോമൻ ക്രോണിക്കിൾസ്. ഇത് എവിടെ നിന്ന് ആണ് ക്ലൂ എടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് രസകരമായ വസ്തുത. ക്ലാസിക്കൽ ഗ്രീക്ക് റോമൻ നാൾവഴി ചരിത്രത്തിൽ നിന്ന് നോക്കി ആ ഡേറ്റും ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളായിട്ട് ഒത്തുനോക്കി കണ്ടെത്തുകയാണ്. ഒപ്പം തന്നെ അത് ഒരെണ്ണം മാത്രത്തെ അല്ല ക്രോസ് ചെക്ക് ചെയ്യാൻ എടുത്തത്. അദ്ദേഹം സ്പാഹിയാനെ പോലെ, ഹുയാൻ സാങ്ങിനെ പോലുള്ള
ചൈനീസ് യാത്രികരുടെ ട്രാവലോഗുകൾ അഥവാ യാത്രാവിവരണങ്ങളും കൂടി ചേർത്തിട്ട് ഗ്രീക്കോ റോമൻ ക്രോണിക്കിളുകളും കൂടി ചേർത്തിട്ടാണ് ഇതിൻ്റെ കൃത്യമായ ഡേറ്റുകൾ ഉറപ്പിക്കുന്നത്. ട്രെയിനിങ് ഓഫ് ഇൻഡിജീനിയസ് അസിസ്റ്റൻസ്. ഇനി അദ്ദേഹം വേറൊരു കാര്യം ചെയ്തത് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഇൻഡിജീനിയസ് പീപ്പിൾ ആയിട്ടുള്ള കുറച്ച് അസിസ്റ്റന്റുമാർക്ക് പരിശീലനം കൊടുത്തു എന്നുള്ളതാണ്. ഹി ട്രെയിൻഡ് ഇന്ത്യൻ അസിസ്റ്റൻസ് ഇൻ ആർക്കിയോളജി ഇൻവോൾവിംഗ് ദം ഇൻ എക്സ്കവേഷൻസ്. അവരെയും കൂടി ഉത്ഖനന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തി. ആൻഡ് പ്രൊമോട്ടിംഗ് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫീൽഡ്. അങ്ങനെ ഈ മേഖലയിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറച്ച് ആളുകളെയും കൂടി അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി അദ്ദേഹത്തിന്റെ ലെഗസി പറയുകയാണെങ്കിൽ കണ്ണിങ്ഹാംസ് വർക്ക് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യാസ് ആർക്കിയോളജി. ഇന്ത്യയുടെ ആർക്കിയോളജിക്ക് തന്നെ സ്ഥാപനശിലയായി എന്ന് പറയാം. ഏർണിംഗ് ഹിം ദ ടൈറ്റിൽ ഓഫ് ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് എന്ന പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. ഹിസ് കോൺട്രിബ്യൂഷൻസ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ദ ഫീൽഡ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇന്നും ഈ മേഖലയെ സ്വാധീനിക്കുന്നു. വിത്ത് ദ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിമൈനിങ് എ വൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം സ്ഥാപിച്ച ASI അത് ഒരു മുഖ്യ സ്ഥാപനമായി നിലകൊള്ളുന്നു ആർക്കിയോളജിക്കൽ റിസർച്ചിന്റെ കാര്യത്തിലും ആർക്കിയോളജിക്കൽ പ്രിസർവേഷന്റെ കാര്യത്തിലും ഇന്ത്യയിൽ. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെ കുറിച്ചുള്ള ആ ഒരു ഉത്തരം എഴുതാം.